കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തിരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് നിയമസഭാ മണ്ഡലം സാംസ്കാരികവും തന്ത്രപ്രധാനവുമായ പ്രാധാന്യത്താൽ സവിശേഷമാണ്. മൂന്ന് മുന്നണിക്കും ഒരുപോലെ വിജയപ്രതീക്ഷ നൽകുന്ന പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം ഉറപ്പാണ്. മണ്ഡലത്തിന്റെ ചരിത്രവും രാഷ്ട്രീയവും വികസന സാധ്യതകളും പരിശോധിക്കാം. വിശദാംശങ്ങൾ തുളസി പ്രസാദ് നൽകും. തുളസി, ഇന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാട് എത്തിയിരുന്നു. പാലക്കാടിനെ വ്യവസായ നഗരമാക്കുമെന്നും BJPക്ക് കേരളത്തിലേക്കുള്ള കവാടമാണ് പാലക്കാടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ ഈ പര്യടനം BJPക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുമോ, അതോ ഡീൽ, വിവാദച്ചൂടും ത്രികോണ പോരുമെല്ലാം നിറഞ്ഞ പാലക്കാട്, മൂന്ന് മുന്നണികൾക്കും കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന പാലക്കാട് ജനങ്ങൾ ആർക്ക് കൈകൊടുക്കും? എന്താണ് വിജയപ്രതീക്ഷ? വിദ്യ, പാലക്കാടിനെ സംബന്ധിച്ച് വേനൽ ചൂടിനേക്കാൾ ഒരു അല്പം തെരഞ്ഞെടുപ്പ് ചൂടാണ് മണ്ഡലത്തിൽ കൂടുതൽ എന്ന് തോന്നും. പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭയും അതുപോലെ തന്നെ സമീപത്തെ 3 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആർക്ക് ആയിരിക്കും വിജയം എന്നത് നമുക്ക് പ്രവചനാതീതമായിരിക്കുന്നു. അത്രയും കടുത്ത മത്സരമാണ്. ഒരു ത്രികോണപ്പോരിന് തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലം വേദിയാകുന്നത്. UDF-നായി രമേശ് പിഷാരടിയാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖും ജനവിധി തേടുന്നു. അദ്ദേഹം വ്യവസായ പ്രമുഖനാണ്. അതുപോലെ തന്നെ NDAക്കാണ് ശക്തിയായ ഒരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. BJPയുടെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് വലിയൊരു വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലത്തിലെ പ്രവർത്തന മികവും വ്യക്തിപ്രഭാവവും ഒക്കെ തന്നെ, അതുപോലെ തന്നെ താരപ്രചാരകരുടെ വരവാണ്. പ്രധാനമായും ഇന്ന് നരേന്ദ്രമോദി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്കായി പ്രചാരണത്തിന് എത്തിയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വലിയൊരു ആത്മവിശ്വാസം ഇത്തവണ BJPക്ക് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താലും നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ബൈ ഇലക്ഷൻ, പാലക്കാട് ബൈ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ BJPയെ സംബന്ധിച്ച് മികച്ചൊരു മുന്നേറ്റം പാലക്കാട് നിയോജക മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് BJP. അതുകൊണ്ട് തന്നെ കടുത്തൊരു അല്ലെങ്കിൽ ശക്തമായൊരു വിജയപ്രതീക്ഷ, ആത്മവിശ്വാസം BJPക്ക് ഇത്തവണയുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പരമ്പരാഗതമായി UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിരുന്നൊരു മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് BJP ഒരു ശക്തമായ മുന്നേറ്റം മണ്ഡലത്തിൽ നടത്തുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ UDF-ന്റെ നേരത്തെ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. അദ്ദേഹം 2011, 16 അതുപോലെ തന്നെ 21, 3 വർഷക്കാലം തുടർച്ചയായി 3 തവണ തുടർച്ചയായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ MLA ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അദ്ദേഹം ആ ഒരു മത്സര രംഗത്തേക്ക് പോകുന്നതും വടകര MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് എത്തുന്നതും. ഇതിന് പിന്നാലെ ഒരു ബൈ ഇലക്ഷൻ വരുന്നു. അവിടെയും UDF-ന്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഷാഫി പറമ്പിലിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വിജയിച്ച് MLA ആകുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നീട് ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികൾ പ്രചാരണ ആയുധമാക്കാൻ ഒരു സാധ്യതയുണ്ട്. എങ്കിലും എത്രത്തോളം UDF-ന്റെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഒരു വ്യക്തിപ്രഭാവവും അത്രയും ആ ഒരു 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയെടുത്ത പ്രവർത്തനങ്ങളും എത്രത്തോളം വോട്ടായി മാറുമെന്ന് കണ്ടു തന്നെ അറിയണം. LDF സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ നേരത്തെ M സരിൻ LDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ CPIM സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് NMR റസാഖിനെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഒരു അല്പം പുറകിലേക്ക് LDF വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ അതിനേക്കാൾ ഉപരി മുന്നിലേക്ക് ആഞ്ഞ് പോകാനായിരിക്കും LDF ശ്രമിക്കുന്നത്. അത്രയും വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും LDF-ന്റെ പ്രചാരണം വരുന്നത്.
ഒരല്പം കൂടുതൽ ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP-ക്കാണുള്ളത്. ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങളിൽ എത്തിയിരുന്നു. കേരളം ഇത്തവണ മാറ്റത്തിന്റെ സന്ദേശമാണ് നൽകുക എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തികച്ചും ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്. കേരളത്തിൽ NDA സർക്കാർ ഭരിക്കും, NDA സർക്കാർ വരും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ BJP-ക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇനി പാലക്കാട് മണ്ഡലത്തിലെ വികസന വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും വ്യവസായം, ഗതാഗതം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലാണ് മണ്ഡലം വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാടിനെ സംബന്ധിച്ചൊരു വലിയ വികസന നീക്കമാണ്. മണ്ഡലത്തിലെ ഏറ്റവും വലിയ വികസന പ്രതീക്ഷയാണ് ഈ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇതിന്റെ 1ാം ഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും അതുപോലെ തന്നെ പ്രൊജക്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി വികസിപ്പിക്കുന്ന ഈ പദ്ധതി പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഏകദേശം 3806 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. നേരിട്ടും അല്ലാതെയും ഏകദേശം 51,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയിലൂടെ. അതുപോലെ തന്നെ ഔഷധ നിർമ്മാണം, റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഹൈടെക് വ്യവസായങ്ങൾ എന്നിവയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ രംഗമാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ എത്രമാത്രം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളും അല്ലെങ്കിൽ സർക്കാരുകളും എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിഷയമാകും. വിദ്യ. പ്രവചനാതീതമായ മത്സരം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് ഇന്ന് പോൾ പൾസ് പരിശോധിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് തുളസി പ്രസാദാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.